ഹലോ സുഹൃത്തെ, നമസ്കാരം. ഏവർക്കും ജേഡിസ് കണ്ടഫേഴ്സിന്റെ മുഹറം ആശംസകൾ. നമ്മൾ മിക്കവാറും പത്രത്തിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് ആണ് കറണ്ട് അഫേഴ്സ് ആയിട്ട് നൽകി വരുന്നത്. അതായത് ലേറ്റസ്റ്റ് ആയിട്ട് ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമിലും അല്ലെങ്കിൽ ഇന്റർവ്യൂവിലും വരാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ കറണ്ട് അഫേഴ്സ് ആയിട്ട് നൽകി വരുന്നത്. ഇത് നമ്മൾ എന്നും അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ സഹായിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. എന്തെല്ലാമാണ് ഇന്റർനാഷണൽ, നാഷണൽ, അതുപോലെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഏത് ഇതിഹാസത്തെ ആദരിക്കാനാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സൗഹൃദം 2024 വിജയകരമായി സംഘടിപ്പിച്ചത്? സുശ്രുത. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ AIIA ന്യൂഡൽഹിയിലുള്ള ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് ശാലിതന്ത്ര. ശാലിതന്ത്ര ഓർഗനൈസ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ നാഷണൽ സെമിനാർ സുശ്രുതം 2024 13 മുതൽ 15 വരെയായിരുന്നു. ഈ ഒരു വേളയിലാണ് സുശ്രുത ജയന്തി ആഘോഷിച്ചിട്ടുള്ളത്. എല്ലാ വർഷം ജൂലൈ 15 തീയതിയാണ് സുശ്രുത ജയന്തി ആഘോഷിക്കുന്നത്. ഇത് ഫാദർ ഓഫ് സർജറി സുശ്രുത അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ജൂലൈ 15 തീയതി സുശ്രുത ജയന്തി ആഘോഷിക്കുന്നത്. ഈ ഒരു വേളയിൽ 25ഓളം ലൈവ് ആയിട്ടുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സ് നടത്തിയിരുന്നു. പുതിയ സർജിക്കൽ ടെക്നിക്സ് അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ശില്പശാലയായിരുന്നു ഈ കഴിഞ്ഞ ജൂലൈ 13 മുതൽ ജൂലൈ 15 വരെ ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ AIIA ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. 2024 ജൂലൈ 15 ഇന്ത്യ 4 പദ്ധതികൾക്കായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച മാർഷൽ ദ്വീപുകൾ ഏത് സമുദ്രത്തിലാണ്? മധ്യ പസഫിക് സമുദ്രം. സെൻട്രൽ പസഫിക് ഓഷ്യനിലെ ഒരു ദ്വീപ സമൂഹമാണ് മാർഷൽ ഐലൻഡ്സ്. ഒരുപക്ഷെ വളരെ കുറച്ചുപേർ മാത്രമേ അറിഞ്ഞിരിക്കാൻ വഴിയുള്ളൂ മാർഷൽ ഐലൻഡ്സ് എവിടെയാണെന്ന്. ഇത് പസഫിക് ഓഷ്യനിലാണ്. മാർഷൽ ഐലൻഡ്സ് ഇത് രാജ്യമാണ്. ഇവിടെയാണ് ഇന്ത്യ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ജൂലൈ 15 തീയതി ഒരു മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്, ഒരു ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും പറയുമ്പോൾ 4 പ്രൊജക്ട്സ് ആണ് മാർഷൽ ഐലൻഡിലെ ഇന്ത്യ കൊണ്ടുവരാൻ പോകുന്നത്. ഇതിൽ ഒന്നാണ് ഏലുക് അട്ടോൾ എന്ന സ്ഥലത്ത് സ്പോർട്സ് സെന്റർ, മെജിദ് എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ എയർപോർട്ട് ടെർമിനൽ, കൂടാതെ 2 കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ആർനോ, വോൾജെ അട്ടോൾസ് എന്ന സ്ഥലത്ത്. ഈ 4 പ്രൊജക്ട്സ് ആണ് ഇപ്പോൾ ഇന്ത്യ മാർഷൽ ഐലൻഡിൽ കൊണ്ടുവരാൻ പോകുന്നത്. മാർഷൽ ഐലൻഡിലെ പ്രസിഡന്റ് ആണ് ഹിൽഡ സെഹൈന. ആ രാജ്യത്തെ ഇന്ത്യയുടെ അംബാസഡർ ആണ് സിബി ജോർജ്. ഇന്ത്യൻ നാവികസേനക്കായി തുഷീൽ, തമാൽ എന്നീ 2 സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് കപ്പലുകൾ നിർമ്മിച്ചത് ഏത് രാജ്യമാണ്? റഷ്യ. ഇന്ത്യൻ നേവിക്ക് വേണ്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന 2 കപ്പൽ ആണ് തുഷീൽ, തമാൽ. ഈ 2 കപ്പലുകളും നിർമ്മിക്കുന്നത് റഷ്യയിലാണ്. ഏതാണ്ട് കോവിഡിന് മുമ്പ് നൽകിയിട്ടുള്ള ഒരു ഓർഡർ ആണ് തുഷീൽ, തമാൽ എന്ന 2 യുദ്ധക്കപ്പലിന് വേണ്ടി. പക്ഷേ ഇതിന്റെ നിർമ്മാണം വളരെ സ്ലോയിലായിരുന്നു. കാരണം COVID-19, അതിനുശേഷം ഉക്രൈൻ റഷ്യ യുദ്ധം, ഈ 2 കാരണങ്ങൾ കൊണ്ട് റഷ്യക്ക് ഈ 2 കപ്പലുകൾ നൽകാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇപ്പോൾ റഷ്യ വരാൻ പോകുന്ന സെപ്റ്റംബറിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ തുഷീൽ എന്ന കപ്പൽ നൽകാൻ പോവുകയാണ്. അതിനുശേഷം അടുത്ത വർഷം 2025 തമാൽ എന്ന കപ്പലും ഇന്ത്യൻ നേവിക്ക് റഷ്യ കൈമാറും. അപ്പൊ തുഷീൽ ആൻഡ് തമാൽ എന്ന 2 യുദ്ധക്കപ്പലുകൾ ഇന്ത്യക്ക് നൽകുന്നത് റഷ്യയാണ്. ഇന്ത്യ കൂടാതെ ബംഗ്ലാദേശിൽ ടീസ്റ്റ പദ്ധതി നടപ്പിലാക്കാൻ താല്പര്യം കാണിച്ച രാജ്യം ഏതാണ്? ചൈന. ബംഗ്ലാദേശിലെ ഒരു വലിയൊരു പ്രൊജക്ട് ആണ് ടീസ്റ്റ പ്രൊജക്ട്. ടീസ്റ്റ പ്രൊജക്ട് എന്ന ഈ ഒരു വലിയ പ്രൊജക്ടിന് വേണ്ടി ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഇപ്പോൾ ചൈനയും ടീസ്റ്റ പ്രൊജക്ട് കൈക്കലാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ ജൂലൈ 14 തീയതി ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഷെയ്ഖ് ഹസീന അറിയിച്ചത് ടീസ്റ്റ പ്രൊജക്ട് ഇത് ഇന്ത്യക്ക് കൈമാറണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇത് കൺഫേം ആയിട്ടില്ല. ഏതാണ്ട് $1 ബില്യൺ വരുന്ന ഒരു വലിയൊരു പ്രൊജക്ട് ആണ് ടീസ്റ്റ പ്രൊജക്ട്. ടീസ്റ്റ എന്നത് ഒരു നദിയാണ്. ആ നദിയിലെ വെള്ളത്തിന്റെ ഷെയറിംഗ് ആണ് ഈ ഒരു പ്രൊജക്ട് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. 2011 ഇന്ത്യ ഒരു പ്രപ്പോസൽ നൽകിയിരുന്നു. അതായത് ഇന്ത്യ ടീസ്റ്റ പ്രൊജക്ട് നിർമ്മിക്കാമെന്നും ടീസ്റ്റ പ്രൊജക്ട് ഏറ്റെടുക്കാമെന്നും. അതനുസരിച്ച് ഇന്ത്യ പൂർത്തിയാക്കിയതിനു ശേഷം ഇന്ത്യക്ക് 42.5% വെള്ളം ഇന്ത്യക്ക് ലഭിക്കണമെന്നും ബംഗ്ലാദേശിന് 37.5% വെള്ളവും. ടീസ്റ്റ എന്ന ഈ ഒരു പുഴ, ഇതിന്റെ ഉത്ഭവം എന്ന് പറയുമ്പോൾ നോർത്ത് സിക്കിമിലെ 5280 മീറ്റർ മുകളിൽ നിന്നാണ്. ബ്രഹ്മപുത്രയുടെ ഒരു പോഷക നദിയാണ് ടീസ്റ്റ എന്ന് പറയുന്ന ഈ ഒരു പുഴ. ഇതിനെ നോർത്ത് സിക്കിമിലെ സോ ലാമോ ലേക്കിൽ നിന്നാണ് ഈ ഒരു നദി ഉത്ഭവിക്കുന്നത്.
2024 കോപ്പ അമേരിക്ക കിരീടം നേടിയ രാജ്യം അർജന്റീന. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പായിരുന്ന യൂറോ കപ്പ് മത്സരം. ഇതിൽ സ്പെയിൻ വിജയിച്ചു. തൊട്ടുപുറകെ നടന്നിട്ടുള്ള കോപ്പ അമേരിക്ക ഫൈനൽ മത്സരത്തിൽ അർജന്റീന വിജയിച്ചു. 16ാമത്തെ കോപ്പ അമേരിക്ക ടൈറ്റിൽ കിരീടമാണ് അർജന്റീന വിജയിച്ചിട്ടുള്ളത്. കൊളംബിയ 1-0 പരാജയപ്പെടുത്തിക്കൊണ്ട്, അതായത് എക്സ്ട്രാ ടൈമിൽ അർജന്റീനയുടെ ലാറ്റോറോ മാർട്ടിനസ് കരസ്ഥമാക്കിയിട്ടുള്ള ഗോൾ ആണ് അർജന്റീനയെ കൊളംബിയക്കെതിരെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിലൂടെ കോപ്പ അമേരിക്കയുടെ ടീം ക്യാപ്റ്റൻ ആയിട്ടുള്ള ലയണൽ മെസ്സിക്ക് മറ്റൊരു വിജയം കൂടി. 8 പ്രാവശ്യം ബാലോൺ ഡി ഓർ നേടിയിട്ടുള്ള ലയണൽ മെസ്സിയാണ് കോപ്പ അമേരിക്ക വേൾഡ് കപ്പിനെ അർജന്റീനയെ നയിച്ചിട്ടുള്ള താരം. ശ്രീലങ്കൻ ബ്രൗൺ ഇയേർഡ് ഷ്രബ് ബഹുരൂപമായിട്ടുള്ള തവള ഇന്ത്യയിലെ ഏത് വനത്തിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്? കിഴക്കൻ ഘട്ടത്തിലെ തലേക്കോണ വനം. ശ്രീലങ്കയിൽ കാണപ്പെടുന്ന ബ്രൗൺ ഇയേർഡ്, ബ്രൗൺ കളറിലെ ചെവിയുള്ള ഒരുതരം തവള ഇതാദ്യമായിട്ടാണ് ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ കിഴക്കൻ ഘാട്ടിലുള്ള തലേക്കോണ ഫോറസ്റ്റിലാണ് ഇതിനെ ആദ്യമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ആന്ധ്രാപ്രദേശിലെ ബയോഡൈവേഴ്സിറ്റി ബോർഡ്, സൂ ടാക്സും സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ സയന്റിസ്റ്റ് ആണ് ഈ ഒരു പുതിയ ഇനം തവളയെ ആദ്യമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ഡിസ്ട്രിക്റ്റിലുള്ള തലാക്കോണ എന്ന വനത്തിലാണ്. നിരവധി വാട്ടർഫാൾസും നിഗൂഢമായിട്ടുള്ള വനങ്ങളും ജന്തുജാലങ്ങളും ഉള്ള ഒരു വലിയൊരു വനമാണ് തലാക്കോണ ഫോറസ്റ്റ്. ഇവിടെയുള്ള വാട്ടർഫാൾസ്, അതായത് തലാക്കോണ വാട്ടർഫാൾസ് ആന്ധ്രാപ്രദേശിലെ ഏറ്റവും ഉയരത്തിലുള്ള ഒരു വാട്ടർഫാൾസ് ആണ്. ഇന്ത്യയുടെ 35ാമത്തെ വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത് ആരാണ്? വിക്രം മിശ്രി. നേരത്തെയും കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുള്ള ഒന്നായിരുന്നു. അതായത് ഇന്ത്യയുടെ 35ാമത്തെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് ആ ഒരു സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്ന കാര്യം അദ്ദേഹം കഴിഞ്ഞ ദിവസം 35ാമത്തെ ഫോറിൻ സെക്രട്ടറി ആയിട്ട് ചുമതല ഏറ്റെടുത്തു. 2024 ജൂലൈ 12 റഷ്യയിൽ നടന്ന ഒരു അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡൻ സാൻഡ് മാസ്റ്റർ അവാർഡ് നേടിയത് ആരാണ്? സുദർശൻ പട്നായിക്. സാൻഡ് മാസ്റ്ററിലെ പ്രൊഫഷണൽ ആയിട്ടുള്ള സുദർശൻ പട്നായിക് ഈ കഴിഞ്ഞ ജൂലൈ 4 മുതൽ 12 വരെ നടന്നിട്ടുള്ള ഇന്റർനാഷണൽ സാൻഡ് സ്കൾപ്ചർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും ഇതിൽ സ്വർണം കരസ്ഥമാക്കുകയും ചെയ്തു. റഷ്യയിലെ സെന്റ് പീറ്റർബർഗിലുള്ള പോൾ ഫോർട്രസിലാണ് ഈ ഒരു മത്സരം നടന്നിട്ടുള്ളത്. ഈ ഒരു മത്സരത്തിലാണ് സുദർശൻ പട്നായിക് ഗോൾഡൻ സാൻഡ് മാസ്റ്റർ അവാർഡ് നേടിയിട്ടുള്ളത്. 2024 നവംബർ 20 മുതൽ 24 വരെ ഏത് സംസ്ഥാനത്താണ് ഇന്ത്യ ആദ്യ വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത്? ഗോവ. നവംബർ 20 മുതൽ നവംബർ 24 വരെ ഗോവയിൽ വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റ് ആരംഭിക്കാൻ പോവുകയാണ്. ഇത് നവംബറിലാണ് ഗോവയിൽ വെച്ച്. ഇന്നലെ ജൂലൈ 15 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, കേരളത്തിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഏത് കമ്പനിയാണ് നിർമ്മിച്ചത്? ഇതിന്റെ ഉത്തരം അദാനി പോർട്സ് ആൻഡ് സെസ്. കേരളത്തിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, ഇതിന്റെ നിർമ്മാണം അദാനി പോർട്സ് ആൻഡ് സെസിനായിരുന്നു. കൂടാതെ അദാനി പോർട്ടിന്റെ ഏറ്റവും വലിയൊരു പോർട്ട് ആണ്, തുറമുഖമാണ് ഗുജറാത്തിലെ മുന്ദ്ര പോർട്ട്. ഇത് ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ചിൽ ഉള്ള ഒരു വലിയൊരു പോർട്ട് ആണ് മുന്ദ്ര പോർട്ട്. കൂടാതെ അദാനി ഗ്രൂപ്പിനുള്ള മറ്റ് പോർട്ട് ആണ് ഗുജറാത്തിലെ ദഹേജ് പോർട്ട്, ഹസീറ പോർട്ടും ഒഡീഷയിലെ ദംറ പോർട്ടും തമിഴ്നാട്ടിലെ എന്നോറ ടെർമിനൽ, കാട്ടുപള്ളി പോർട്ട് എന്നിവയെല്ലാം. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഏത് ഇതിഹാസത്തെ ആദരിക്കാനാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സൗഹൃദം 2024 വിജയകരമായി സംഘടിപ്പിച്ചത്? സുശ്രുതൻ. 2024 ജൂലൈ 15 ഇന്ത്യ 4 പദ്ധതികൾക്കായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച മാർഷൽ ദ്വീപുകൾ ഏത് സമുദ്രത്തിലാണ്? മധ്യ പസഫിക് സമുദ്രം. ഇന്ത്യൻ നാവികസേനയ്ക്കായി തുഷീൽ കമാൽ എന്നീ 2 സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് കപ്പലുകൾ നിർമ്മിച്ചത് ഏത് രാജ്യമാണ്? റഷ്യ. ഇന്ത്യയെ കൂടാതെ ബംഗ്ലാദേശിൽ ടീസ്റ്റ പദ്ധതി നടപ്പിലാക്കാൻ താൽപര്യം കാണിച്ച രാജ്യം ഏതാണ്? ചൈന. 2024 കോപ്പ അമേരിക്ക കിരീടം നേടിയ രാജ്യം അർജന്റീന. ശ്രീലങ്കൻ ബ്രൗൺ ഇയേർഡ് കുറ്റിച്ചെടിയുടെ ബഹുരൂപമായ തവള ഇന്ത്യയിലെ ഏതു വനത്തിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്? കിഴക്കൻ ഘട്ടത്തിലെ തലക്കോണ വനം. ഇന്ത്യയുടെ 35ാമത് വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത് ആരാണ്? വിക്രം മിശ്രി. 2024 ജൂലൈ 12 റഷ്യയിൽ നടന്ന ഒരു അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡൻ സാൻഡ് മാസ്റ്റർ അവാർഡ് നേടിയത് ആരാണ്? സുദർശൻ പട്നായിക്.
2024 നവംബർ 20 മുതൽ 24 വരെ ഏത് സംസ്ഥാനത്താണ് ഇന്ത്യ ആദ്യ വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റ് സംഘടിപ്പിച്ചത്? ഗോവ. ഇന്ന് ജൂലൈ 16. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ഹൗ മെനി സ്റ്റേറ്റ്സ് ആർ കവേർഡ് ബൈ ഈസ്റ്റേൺ ഗാട്സ്? കിഴക്കൻ ഘട്ടങ്ങൾ എത്ര സംസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്നു? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ഓരോ ദിവസം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ജേഡിസ് കറണ്ട് അഫയേഴ്സ് നൽകി വരുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.